റിയാൻ, നീ ആ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ മോനെ, ഞാൻ എത്ര നേരമായി പറയുന്നത്, നീ ഒന്ന് വായിക്ക്, നാളെ എക്സാം അല്ലേ നിനക്ക്. ഒന്നും പറയണ്ട മിസ്, നാളെ അവന് എക്സാം ആണ്, ഒരു വസ്തു പഠിച്ചിട്ടില്ല. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവില്ലേ? റൂട്ടീൻ, ദിവസേന ഒരു 30 മിനിറ്റ് എങ്കിലും പഠനം, അതൊരു ശീലമാക്കണം. അത്ര എളുപ്പമല്ല, അതിനുള്ള കുറുക്കുവഴികളും നമ്മുടെ കയ്യിലുണ്ട്. ഹൗ ടു ഡെവലപ്പ് എ റൂട്ടീൻ. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതിപ്പോൾ കളറിംഗ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലൂടെ ആയിരിക്കണം നമ്മൾ പഠനത്തിലേക്ക് കടക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഹാഫ് ആൻ അവർ പഠിക്കാനിരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്രിസിയേഷൻ, നമ്മുടെ മക്കൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സക്സസ്സുകൾ പോലും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യണം. അത് വാക്കുകളിലൂടെ ആവാം, അല്ലെങ്കിൽ ഇതുപോലൊരു കുഞ്ഞു മുട്ടായി കൊടുത്തിട്ടും ആകാം. അതിലൂടെയാണ് അവർക്ക് നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഓരോ ദിവസവും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.